നമസ്കാരം. കന്നഡ സീരിയൽ നടി CM നന്ദിനിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തയുടെ ഞെട്ടലാണ് തെന്നിന്ത്യൻ ടെലിവിഷൻ രംഗം. മിനി സ്ക്രീനിൽ മിന്നും താരമായി നിൽക്കവെയാണ് നന്ദിനി ജീവനൊടുക്കിയത്. ഇതിലേക്ക് നയിച്ച കാരണങ്ങളാകട്ടെ വിവാഹത്തിന് വീട്ടുകാർ നിർബന്ധിക്കുന്നുവെന്നതും. നന്ദിനി വാടകയ്ക്ക് താമസിക്കുന്ന കെങ്കേരിയിലെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. മരണത്തിൽ ദുരൂഹതകളില്ലെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. വീട്ടുകാർക്കെതിരെ കുറിപ്പെഴുതി വെച്ചാണ് നന്ദിനി ജീവനൊടുക്കിയത്. വ്യക്തിപരമായ പ്രശ്നങ്ങളും വിഷാദാവസ്ഥയും തന്നെ അലട്ടുന്നുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അഭിനയ ജീവിതവുമായി മുന്നോട്ട് പോകാനായിരുന്നു നന്ദിനിക്ക് താല്പര്യം. എന്നാൽ സർക്കാർ ജോലി നേടാനും വിവാഹിതയാകാനും വീട്ടുകാർ നിർബന്ധിച്ചിരുന്നു. നന്ദിനിയുടെ പിതാവ് 2019 സർക്കാർ സർവീസിലിരിക്കെ മരിച്ചിരുന്നു. ആശ്രിത നിയമനത്തിലൂടെ നന്ദിനിക്ക് ജോലിക്ക് ചേരാനുള്ള അവസരമുണ്ടായിരുന്നു. അഭിനയം ഒഴിവാക്കി ജോലിയിൽ ചേരാനും വിവാഹിതയാവാനും കുടുംബം ഇവരെ നിർബന്ധിച്ചിരുന്നു. ഇതിൽ നന്ദിനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ലെന്ന് കുറിപ്പിൽ പറയുന്നതായി പോലീസ് അറിയിച്ചു. നന്ദിനിയെ ഫോണിൽ കിട്ടാതായപ്പോൾ സുഹൃത്തുക്കൾ താമസ സ്ഥലത്തെ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു. ഇവർ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ജനാലക്കമ്പിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു നന്ദിനി. ഉടൻ പോലീസിൽ വിവരം അറിയിച്ചു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെന്നും മറ്റു ദുരൂഹതകളൊന്നും ഇല്ലെന്നും പോലീസ് പറയുന്നു. അതേസമയം അടുത്തിടെ ഒരു പരമ്പരയിൽ നന്ദിനിയുടെ കഥാപാത്രം വിഷം കഴിക്കുന്ന ഒരു രംഗവും ചർച്ചകളിൽ സജീവമായിരിക്കുകയാണ്. നന്ദിനിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് അന്വേഷണത്തിലെ പ്രധാന തെളിവായി പരിഗണിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മരണത്തിലേക്ക് നയിച്ച കൃത്യമായ സാഹചര്യങ്ങളെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്നും അന്വേഷണം പുരോഗമിക്കുന്ന മുറയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടുമെന്നും പോലീസ് വ്യക്തമാക്കി. നടിയുടെ കുടുംബാംഗങ്ങളെയും അടുത്ത സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തിരുന്നു. നന്ദിനിയുടെ അപ്രതീക്ഷിത മരണം കന്നഡ, തമിഴ് ടെലിവിഷൻ വ്യവസായങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. നിരവധി സഹപ്രവർത്തകരും ആരാധകരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അനുശോചനം രേഖപ്പെടുത്തി. ഗൗരി എന്ന തമിഴ് പരമ്പരയിൽ കനക, ദുർഗ എന്നീ ഇരട്ടവേഷങ്ങളിൽ നന്ദിനി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അടുത്തിടെ ഈ പരമ്പരയിൽ നന്ദിനിയുടെ കഥാപാത്രം വിഷം കഴിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. എന്നാൽ ഈ രംഗവും നന്ദിനിയുടെ മരണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇത്തരം അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പോലീസും പറഞ്ഞു. നടിയുടെ മരണകാരണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു.